അങ്ങനെ പതിവ് പോലെ സമയം രാവിലെ 5:45 കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. പാല് കാച്ചി എടുത്തിട്ടുണ്ട്. അങ്കിത്തിന് ഇന്ന് സ്കൂളിലെ ടിഫിനിലേക്ക് ഞാൻ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. അതിനായിട്ട് 3 ബ്രൗൺ ബ്രെഡ് ഒരു പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ വെജിറ്റബിൾ മയണൈസ് ഉണ്ട് എൻ്റെ കയ്യിൽ വൈറ്റ് കളറിലെ 2 സ്ലൈസിലേക്ക് ഞാൻ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്കിത്തിന് കെച്ചപ്പിന്റെ ഫ്ലേവർ ഒത്തിരി ഇഷ്ടം സാൻഡ്വിച്ചിൽ, അതുകൊണ്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് സ്പ്രെഡ് ചെയ്ത് 2 പീസിലേക്ക് ചെറുതായിട്ട്. പിന്നെ എൻ്റെ കയ്യിൽ പാസ്ത ഹെർബും ഉണ്ട്, ചില്ലി ഫ്ലേക്സും ഉണ്ട്, പാസ്ത മിക്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് രണ്ടും കൂടെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ മീതെ ഞാൻ ഒരു ടൊമാറ്റോ വട്ടത്തിൽ അരിഞ്ഞ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചീസ് സ്ലൈസ്, ഒരെണ്ണം മുഴുവനായിട്ടും ഒരെണ്ണം ഷ്രെഡ് ചെയ്താണ് ഞാൻ വെച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ ഒന്നിന്റെ മീതെ ഒന്നായിട്ട് അടച്ച് ഒന്നും ചേർക്കാത്ത ബ്രെഡ് ലാസ്റ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഒരു തവയിൽ കുറച്ച് നെയ്യ് തടവി ഒരു സൈഡ് മുരിച്ചെടുക്കാം. മുകളിൽ വീണ്ടും നെയ്യ് തടവിയിട്ട് തിരിച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ മുരിച്ചെടുക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ട് സാൻഡ്വിച്ച് ആട്ടോ. ടിഫിനിലൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും, കുട്ടികൾക്ക് കഴിക്കാൻ പറ്റും. ഞാനത് അലുമിനിയം ഫോയിലിൽ പൊതിഞ്ഞ് വെക്കുന്നുണ്ട്, അപ്പം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അത് വേണമെങ്കിൽ അത് നടുക്കൂടെ കട്ട് ചെയ്ത് 2 പീസായിട്ട് വെക്കാം. കഴിക്കാൻ അറിയാത്തവരാണെങ്കിൽ അങ്കിത്തിന് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവന് കഴിക്കാൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ മുഴുവനായിട്ട് ഇങ്ങനെ തന്നെ വെച്ചിട്ട് വലിയൊരു ടിഫിൻ ബോക്സാണ് അതിനകത്ത് അടച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ബ്രേക്കിനായിട്ട് ഒരു പഴമാണ്, അതും അലുമിനിയം ഫോയിലിൽ പൊതിഞ്ഞ് വെക്കുന്നുണ്ട്. അപ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ അതും ഇരിക്കും. പിന്നെ വാട്ടർ ബോട്ടിലും എല്ലാം ഫില്ല് ചെയ്ത് അവൻ്റെ ടിഫിൻ റെഡിയാക്കിയിട്ടുണ്ട്. അങ്കു അങ്ങനെ സ്കൂളിലേക്ക് ഇറങ്ങി. അവന് ശരിക്കും ഈ സാൻഡ്വിച്ചും പറാട്ടയൊക്കെയാണ് സ്കൂളിൽ കൊണ്ട് കഴിക്കാൻ ഒത്തിരി ഇഷ്ടം. വീട്ടിലാണെങ്കിൽ നമ്മൾ ചോറ്, ഇടിയപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാമല്ലോ, പക്ഷെ സ്കൂളിൽ കൊണ്ടുപോകാൻ ഇങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ഇഷ്ടം. പിന്നെ പെട്ടെന്ന് വന്ന് ചായ ഇടുകയാണ്. ഇനി രാക്കേക്ക് ഓഫീസിൽ പോകുന്ന കാര്യമൊക്കെ നോക്കണമല്ലോ. അങ്കു പോയതിനു ശേഷം ഞാൻ ചായ ഇടും, സമാധാനമായിട്ടിരുന്ന് കുടിക്കാമല്ലോ. അങ്ങനെ രാക്കേ ഓഫീസിലേക്ക് ഇറങ്ങി. ദേ ഞാനൊരു തേങ്ങ പൊട്ടിച്ചപ്പോൾ കിട്ടിയതാ. ഇവിടുന്ന് വാങ്ങുന്ന മിക്ക തേങ്ങ ഇങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. മലയാളി കടയിൽ നിന്ന് വാങ്ങുന്ന നല്ല തേങ്ങ കിട്ടും, ഇവിടുത്തെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇങ്ങനെയാ തേങ്ങ കിട്ടുന്നത്. ഒന്നിനും കൊള്ളാതെ കളയാനേ പറ്റത്തുള്ളൂ ഇത്. വീട് വന്നിട്ടുണ്ട്. പുള്ളിക്കാരി കുറേ പരാധീനങ്ങളും കാര്യങ്ങളും ഒക്കെ അവരുടെ ഗ്രാമത്തിൽ പറയാണ്. നമ്മുടെ കേരളത്തിലൊരു കൾച്ചറേ അല്ല ഇവിടുത്തെ ഗ്രാമങ്ങളിലും. എനിക്ക് ടൗണിലോട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല അധികം, പക്ഷെ ഗ്രാമങ്ങളിലുള്ള കൾച്ചർ ശരിക്കും നമുക്ക് വിഷമം തോന്നിക്കും ഇവരുടെ ഓരോ കാര്യങ്ങളും പരാതികളും പരിഭവങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ കേട്ടോ. അങ്ങനെ മെയ്ഡ് പോയി കഴിഞ്ഞിട്ട് വന്ന് പാത്രമൊന്നും അധികം കഴുകാൻ ഉണ്ടായിരുന്നില്ല, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്തായാലും കഴുകി വെക്കാന്ന് വെച്ച് അതിന് കയറി. രണ്ട് മാങ്ങ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴുകി അരിഞ്ഞെടുക്കുന്നുണ്ട്. സ്മൂത്തി അടിച്ചിട്ട് നമുക്ക് ആപ്പിൾ ഇരിപ്പുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ പഴവും ഉണ്ട്. ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സംഭവം ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട്, എന്തായാലും ചൂടല്ലേ, കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും ഒക്കെ ഒരു ഉന്മേഷം കിട്ടട്ടെ എന്ന് വെച്ചു. അങ്ങനെ നമ്മുടെ മാങ്ങ ചെത്തി പീസാക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. മധുരം നമ്മുടെ പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് ഒരു ജെല്ലി ഫോമിൽ ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ട്, ആ രീതിയിൽ ഒന്ന് കുറുക്കി അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ആപ്പിൾ എടുത്ത് നന്നായിട്ട് കഴുകി അരിയുന്നുണ്ട്. അപ്പോൾ ആപ്പിളിൻ്റെ പുറത്ത് വാക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പിച്ചാത്തി വെച്ച് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അങ്ങനെ ഉള്ളെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് എന്തായാലും തൊലിയോടുകൂടി തന്നെയാണ് ഞാൻ അരിഞ്ഞിടുന്നത് കേട്ടോ. ഇപ്പം നല്ല ആപ്പിളിൻ്റെ സീസണാണ്, നല്ല ആപ്പിൾ കിട്ടുന്നുണ്ട്. ചൂടാണെങ്കിലും ആപ്പിൾ ഓൾമോസ്റ്റ് നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ ഇവിടെ കിട്ടാറുണ്ട്. എല്ലാ സീസണിലും കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് ആപ്പിൾ. അങ്ങനെ ആപ്പിൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്.
പിന്നെ ഒരു കപ്പ് എടുത്തിട്ട് ഞാൻ കുറച്ച് നമ്മുടെ മാംഗോ സ്മൂത്തി ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ പുറത്തേക്ക് ഞാനൊരു പഴം അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ സ്ലൈസ് ചെയ്ത ആപ്പിൾ പീസസും കൂടി ഇട്ട് കൊടുത്തു. ഏറ്റവും മുകളിൽ കുറച്ചും കൂടെ സ്മൂത്തി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ തണുപ്പുണ്ട് കേട്ടോ എല്ലാത്തിനും, ഒരുപാട് തണുപ്പില്ല. പിന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ്, എനിക്ക് ചോക്ലേറ്റ് സിറപ്പ് അത്ര ഇഷ്ടമില്ല, പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് അതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ 3 കപ്പിലായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ഒരെണ്ണം അങ്കിത്തിനും ഒരെണ്ണം രാക്കേക്കും. അങ്കിത്തിന് കുറച്ച് കൂടുതൽ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു വെച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് നല്ല ഉന്മേഷം കിട്ടിയിട്ടാണ് നമ്മുടെ തുണി വിരിക്കാനായിട്ട് വരുന്നത്. തുണി ഞാൻ കുറച്ച് കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. തുണി ഇപ്പോൾ 2 ദിവസം കൂടുമ്പോൾ പെട്ടെന്ന് അങ്ങ് കഴുകിയിടും. പെട്ടെന്ന് എന്തായാലും ഉണങ്ങി കിട്ടുകയും ചെയ്യും, പിന്നെ കൂടി കിടക്കത്തും ഇല്ലല്ലോ വെച്ചിട്ട്. കുറച്ച് സോക്സ് ഉണ്ട്, അത് നമ്മുടെ അടുക്കള ബാൽക്കണിയിലോട്ട് വിരിക്കുക. മറ്റേ ബാൽക്കണിയിൽ അത് വിരിക്കാൻ സ്ഥലമില്ല, ഇവിടെ കിടന്നാലും പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പിന്നെ നമ്മുടെ ചെടികൾക്കൊക്കെ കുറച്ച് വെള്ളം കൊടുക്കാമെന്ന് വെച്ചു. 1 രാടമാണ് അതിനും കൊടുക്കുന്നത്. നമ്മുടെ CC പ്ലാന്റ് ചെറുതായിട്ടൊന്ന് മഞ്ഞ കളറിൽ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം കൂടുമ്പോൾ ഇപ്പോൾ CC പ്ലാന്റിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് വേണ്ടാന്നാണ് തോന്നുന്നത്, മാസം ഒരിക്കൽ മതിയായിരിക്കും. ഞാൻ നേരത്തെയും വ്ലോഗുകളിൽ പറഞ്ഞിട്ടുണ്ട്, രാത്രി ഡിന്നറിന് ശേഷം ഉണക്കമുന്തിരിങ്ങയുടെ ജ്യൂസ് കുടിച്ചിട്ട് കിടക്കാറുള്ളെന്ന്. അപ്പോൾ ഉണക്കമുന്തിരിങ്ങ നന്നായിട്ട് കഴുകി കുതിർത്ത് വെക്കുന്നുണ്ട്. ശരിക്കും അയൺ ഉണ്ടാകാൻ ഒത്തിരി നല്ലതാ ഉണക്കമുന്തിരിങ്ങ. കുറച്ച് ചിക്കൻ എടുത്ത് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് ഒന്ന് വേവിച്ച് ഒന്ന് ഷ്രെഡ് ചെയ്തത് ഈ രീതിയിൽ വെച്ചിട്ടുണ്ട്. കട്ട്ലറ്റ് ഉണ്ടാക്കാനാട്ടോ. സവാളയും ഈ രീതിയിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കടായി വെച്ച് എണ്ണ ഒഴിച്ച് സവാള ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് 1 കഷ്ണം ഇഞ്ചി, 2-3 കഷ്ണം വെളുത്തുള്ളി, 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ കുരുമുളക്, ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ച് നമ്മുടെ സവാള വഴറ്റിയിലേക്ക് ഇട്ട് പച്ചമണം മാറ്റിയെടുക്കാം. കരിവേപ്പില അടുക്കി പിടിക്കുന്നതിന് രക്ഷപ്പെടുത്തും നമ്മളെ കേട്ടോ. പാത്രത്തിൽ നിന്ന് അടുക്കി പിടിക്കാതെ ഈ കറിവേപ്പില ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ഇളകി വരും. 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചു വെച്ചിട്ടുണ്ട്, ഇത് ഇതുപോലെ കേട്ടോ. ഒന്ന് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മിക്സ് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങ് പൊടിച്ചതും കൂടെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ഈ സമയത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. വേറെ ഒന്നും ചേർക്കണ്ട. ഇനി നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഞാൻ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. 1 മുട്ട ഈ രീതിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. മിക്സ് നന്നായിട്ട് തണുത്തതിന് ശേഷം ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയിട്ട് അതൊന്ന് മുട്ടയുടെ മിക്സിൽ ആദ്യം മുക്കുക. പിന്നെ ബ്രെഡ് ക്രംസിലും കൂടെ റോൾ ചെയ്ത് നമുക്ക് നമ്മുടെ കട്ട്ലറ്റ് റെഡിയാക്കി എടുക്കാം. ഞാൻ ഈ വട്ട ഷേപ്പിലാണ്, ഇതാണല്ലോ നമ്മുടെ കട്ട്ലറ്റിന്റെ ഷേപ്പ്. പണ്ട് കട്ട്ലറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എഗ്ഗിന്റെ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഈ രീതിയിലാണ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പം എനിക്കൊരു 11 കട്ട്ലറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഞാനത് അരമണിക്കൂർ ഫ്രീസറിൽ വെക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതിന് മുന്നേ കുറച്ച് നേരം നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അത് പൊടിയാതെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ആ തണുപ്പോടുകൂടി തന്നെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് വേകാനൊന്നും ഇല്ലല്ലോ, അപ്പൊ ജസ്റ്റ് ഒന്ന് കളർ മാറി ഒരു ബ്രൗൺ കളർ വന്നാൽ മതി. എന്നിട്ട് തിരിച്ചും കൂടി ഇട്ടിട്ട് നമുക്ക് കോരിയെടുക്കാം. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കട്ട്ലറ്റ് ഒട്ടും പൊടിയത്തും ഇല്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഞാനിതെല്ലാം എടുക്കുന്നില്ല, കുറച്ചെടുത്തിട്ട് ബാക്കി ഒരു ടിന്നിലിട്ട് ഫ്രീസറിൽ തന്നെ വെക്കുക. പിന്നെ അതിൽ ഉണ്ടാക്കിയെടുക്കാമല്ലോ. ഇങ്ങനെ നമുക്ക് ഒരാഴ്ച സ്റ്റോർ ചെയ്ത് വെക്കാം ഇത് ഫ്രീസറിൽ തന്നെ. നല്ല സൂപ്പർ കട്ട്ലറ്റ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് വെക്കും. നല്ല ടേസ്റ്റ് ആട്ടോ. കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ. ഇതും കൂടെ ഒന്ന് കഴുകി വെച്ചാൽ ആ പണി കഴിഞ്ഞു. ഇതേ നമ്മുടെ CC പ്ലാന്റ് ഞാൻ പറഞ്ഞല്ലോ മഞ്ഞിച്ചു തുടങ്ങിയെന്ന്. ഒരില മുഴുവൻ പകുതിയോളം മഞ്ഞിച്ചു. അതെന്താണെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു വെള്ളം ഞാൻ 3-4 ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ്. ഇനി 1 മാസത്തിൽ ഒരിക്കലേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. പിന്നെ ഒരില പകുതി വെച്ച് ഒടിഞ്ഞു പോയായിരുന്നല്ലോ. എന്തായാലും ഇനി ഡ്രൈ ആവുന്നവർ ഇങ്ങനെ തന്നെ ഇട്ടേക്കുക. ഇനി ലഞ്ച് ഉണ്ടാക്കണമല്ലോ. ഞാൻ ദോശയുടെ മാവ് ഉണ്ടായിരുന്നു, അതും തക്കാളി ചട്നിയാണ്. തക്കാളി ചട്നിക്കായിട്ട് കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ചു. സവാള വഴറ്റി, പച്ചമുളക്, കറിവേപ്പില, തക്കാളി ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മുളക് പൊടിയും കായപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആറാനായിട്ട് വെച്ച് അരച്ചെടുക്കാം. ദോശയുടെ മാവും പുറത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പൊക്കെ മിക്സ് ചെയ്ത് രാക്കേ വന്നപ്പോൾ ചുട്ടു കൊടുക്കുകയാണ് പെട്ടെന്ന്, കുറച്ച് നെയ്യൊക്കെ തൂവിയിട്ട്. തക്കാളി ചട്നിയും ആറിയതിനു ശേഷം അരച്ചെടുത്തിട്ടുണ്ട്. അങ്കു അങ്ങനെ സ്കൂളിൽ നിന്ന് വന്ന് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ട്യൂഷൻ ഇറങ്ങി. ഇനി എപ്പോഴത്തെയും പോലെ ഹർഷയായിട്ടൊന്ന് നടക്കാൻ ഇറങ്ങണം, കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചിട്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണല്ലോ. നമ്മുടെ ഡിന്നർ ഇന്ന് രാക്കയുടെ സ്പെഷ്യലാട്ടോ. പുട്ടും കിഴങ്ങ് കറി.
അപ്പോൾ അതേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു കുറ്റി പുട്ടായിട്ടുണ്ട്. രാക്കയുടെ ഫേവറേറ്റ് ആണ് പുട്ട്. നന്നായിട്ട് ഉണ്ടാക്കുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഡിന്നർ രാക്കയുടെ സ്പെഷ്യൽ പുട്ടും ഉരുളക്കിഴങ്ങ് കറിയും. രാക്ക ഉണ്ടാക്കാൻ കയറുമ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ട് പോകാറേ ഇല്ല. സ്വന്തമായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. പിന്നെ ക്ലീനിങ് മാത്രം അവസാനം ഞാനൊന്ന് കയറി ചെയ്യും. രാക്കി ഇന്ന് ഡിന്നർ ഉണ്ടാക്കാന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചും കൂടെ ഞങ്ങൾ ഒന്ന് നടന്നിട്ടാണ് വന്നത്. അപ്പോൾ അങ്കൂനെയും റയാനെയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്രൗണ്ടിൽ പോയിട്ട് അവരുമായിട്ടും കുറച്ച് ഇരുന്ന് അവർ കുറച്ചൊക്കെ കളിച്ചിട്ടാണ് വന്നത്. ഇന്ന് നല്ല തിരക്കുമായിരുന്നു ഗ്രൗണ്ടിൽ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.